ഇവരോടെ ഇൻട്രോ എടുക്കാൻ നേരം ചിലക്കല്ലേ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ വീഡിയോ നിക്കേ ഞാൻ നിക്കേ നിങ്ങൾ ചിലക്കല്ലേന്ന് ഞാൻ പറയാം. അപ്പോഴും രണ്ടെണ്ണം കൂടി ഇന്ന് പറയാം കുളുകുളുകുളുകുളും. കല്യാണത്തിന് നമ്മൾ കല്യാണത്തിന് മാല ഇടാൻ ബന്ധോ കുറവിടത്തില്ല. അതുമാതിരി ഇതുങ്ങൾ രണ്ടെണ്ണം കൂടി ഇരുന്ന് അങ്ങ് കുളുകുളുകുളുകുളുകുളു പറഞ്ഞു. കുശുമ്പ് പിടിച്ച പിള്ളേരെ കാണാൻ പ്രയാസം. ഞാനേ ഇങ്ങോട്ട് ഇറങ്ങിയപ്പം പറയും മിണ്ടല്ലേ മക്കളെ, ഞാൻ സോപ്പ് ഇടും കേട്ടോ ഇവരോട്, അല്ലെങ്കിൽ ഇവർ രണ്ടും കൂടെ ഭയങ്കര. ഇന്നലത്തെ തൃശ്ശൂർ പൂരം കണ്ടല്ലോ, ചിലർ പിന്നെ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞപ്പോഴേ എന്താ ഞാൻ നമ്മുടെ അമ്പലത്തിലെ സപ്താഹത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, ഇനി ആ പൂരത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് നമ്മുടെ ജോളി ചേച്ചി വെക്കാൻ തോന്നുന്നു. അതിൻ്റെ ആ പൂരം ഉത്സവത്തിൻ്റെ ഉദ്ദേശിച്ചെന്ന് ഇന്നലത്തെ കമൻറ്റ് വന്നപ്പോൾ എനിക്കൊക്കെ ചിരിയും വന്നു. ചേച്ചി ഇതേ ആ പൂരമല്ല, ഇവിടുത്തെ അടിപ്പൂരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിള്ളേർ വഴക്കുണ്ടാവുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. വെക്കേഷൻ അല്ലേ, എല്ലാ അമ്മമാർക്കും പരാതിയായിരിക്കും. എന്ന് വെച്ചാൽ ഫുൾ അടിയുടെ ഒന്നും പറയണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ അടുക്കള വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോയ്ക്കകത്ത്. അമ്മയുടെ അനിയത്തിയുടെ മോടെ നിശ്ചയമായിരുന്നു. അതിനൊക്കെ പോയിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോഴിവിടെ നല്ല 2 മണി മുതൽ ഇവിടെ മഴയായിരുന്നു കേട്ടോ. വെട്ടമൊക്കെ ഉണ്ടോ എന്തോ എന്നാൽ അപ്പോൾ 2 മണി മുതൽ ഇവിടെ നല്ല മഴയായിരുന്നു. ഇടി ഉണ്ടായിരുന്നു മോളെ? ഇടി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഇവിടെ ഇല്ലാതായിപ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയി വിളിച്ചേനെ. നമ്മുടെ കാക്കച്ച് മേലേക്കടെ പോയി കേട്ടോ. അപ്പോഴേ 2 മണി മുതലേ ഇവിടെ മഴയും. എൻ്റെ ചെടിക്കൊക്കെ ഇന്നലെയും ഞാൻ വിഷമിച്ചു കേട്ടോ. ഇതെല്ലാം അങ്ങ് ഉണങ്ങിപ്പോയി. നമ്മുടെ പനയിലെ ഓല നിറയെ വീണ് കിടക്കും, അത്രയ്ക്ക് മഴയായിരുന്നു. കാറ്റ് പനയിലെ ഓലയൊക്കെ തറയിൽ കിടക്കുന്നു. ആനയൊട്ടും ഇല്ലാതാണ് ഇവിടെ അങ്ങ് കേട്ടോ. അപ്പോൾ പോയിട്ടൊക്കെ വന്ന് ആ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇടണ്ടേന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ ഇടണ്ടായോ അമ്പലത്തിൽ? മൈക്കൊക്കെ ഇന്ന് കല്യാണമായിരുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ സപ്താഹം എത്രാമത്തെ ദിവസം മോളെ? 5-ാമത്തെ ദിവസം. ഇന്ന് നമുക്ക് കല്യാണമായിരുന്നു. കല്യാണം കൂടാൻ പോയില്ല ഞങ്ങൾ, പക്ഷേ നിശ്ചയത്തിന് പോയിട്ട് വന്നു കേട്ടോ. നിശ്ചയമൊക്കെ അടിപൊളിയായിരുന്നു. അതെ എൻ്റെ സാറേ, സാമ്പാറിൻ്റെ മണം നിങ്ങളൊന്ന് നോക്കിയേ. ക്യാമറ ഇവിടാണോ പിള്ളേരെ? ക്യാമറ ഇവിടെ. ദേ സാമ്പാറിൻ്റെ മണം, എന്തോരം മണോ. കായം കറക്റ്റ് അല്ലേ? കായം കറക്റ്റാണോ? പരിപ്പിൻ്റെ ജീരകം കറക്റ്റ് ആണോ? ചിലയിടത്ത് ജീരകം ചേർക്കും, ചിലയിടത്ത് ജീരകം ചേർക്കത്തില്ല. എന്താ ടേസ്റ്റുള്ള സദ്യ ആയിരുന്നെന്നറിയും. ഈ പിള്ളേരെ ഞാനൊന്ന് വെറുതെ ഒന്ന് കൊതിപ്പിക്കുക കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അടിപൊളി കിടു സദ്യയായിരുന്നു കേട്ടോ. തീയലൊക്കെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു കൊച്ചു പയ്യനെ കാറ്ററിങ് കേട്ടോ. കാർഡൊക്കെ ഉണ്ടല്ലോ അവർക്ക്. കാർഡൊക്കെ തന്നിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഇനി വാങ്ങി കേട്ടോ. പാവം കുഞ്ഞു പയ്യൻ, ഒരു കൊച്ചു പയ്യൻ കേട്ടോ. നല്ല സദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം ആ സാമ്പാറിൻ്റെ കായമൊക്കെ എൻ്റെ സാറേ ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ മോനുണ്ടല്ലോ, ഞങ്ങളിവിടെ വന്നപ്പം ബോധം കെട്ട് കിടക്കും. എന്തുവാ അവൻ 3 സൈസ് പായസം കുടിച്ചിട്ട് കിടക്കുമായിരുന്നെന്ന്. അമ്പലത്തിൽ ഇന്ന് കല്യാണമായിരുന്നല്ലോ, നമ്മുടെ ഭഗവാന്റെയൊക്കെ കല്യാണമായിരുന്നല്ലോ. അവൻ ഇവിടെ 3 തരം പായസം കഴിച്ച് മത്തായി. ഞങ്ങൾ ഒരു പായസം കഴിച്ചുള്ളൂ. പ്രഥമൻ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ പോയത് കൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മുടെ. എന്നാലും കുറച്ച് വീഡിയോ ഒക്കെ എൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ കാണാം കേട്ടോ. ഇൻട്രോ ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു, ഇന്ന് മറന്നുപോയി കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും, ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. മഴ പെയ്തതിൻ്റെ ഇത് കണ്ടോ, ബാക്കിലില്ല മഞ്ഞ് മാതിരി കണ്ടോ, ബാക്കിലെ മഞ്ഞ് മാതിരി മഴ പെയ്തതിൻ്റെ കേട്ടോ. അത് പുക മാതിരി കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഈ മഞ്ഞൊക്കെ ഉണ്ടല്ലോ, അത് നല്ല ഭംഗി. പിന്നെ വേറൊരു കാര്യം, വേറൊരു രസമുണ്ടായി ഇന്നലെ കേട്ടോ. അത് ഞാൻ പറയട്ടെ, പേരൊന്നും പറയാതിരുന്നാൽ മതി. ഈ കാര്യം പറയണ്ടേ.
ഭയങ്കര ഒരു രസം ഉണ്ടായി കേട്ടോ. അപ്പോഴും നമ്മുടെ വീട്ടുപടിക്കൽ ഇപ്പം വീട്ടുപടിക്കൽ വിദഗ്ധ പരിചരണം എന്ന് പറഞ്ഞ് ലാബുകാരൊക്കെ ഇങ്ങനെ അവരുടെ സ്റ്റാഫിനെയൊക്കെ വിടുമല്ലോ. അപ്പോൾ നമുക്ക് ഷുഗറും ബി പി ഒക്കെ ചെക്ക് ചെയ്യാൻ ഇപ്പം സിസ്റ്റേഴ്സിനെയൊക്കെ വിടുമല്ലോ. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മൊബൈലിൽ കോള് വരുന്നത്, അതുകൊണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു രസം ഉണ്ടായപ്പോൾ നമ്മുടെ വീട്ടുപടിക്കൽ വിദഗ്ധ പരിചരണമെന്ന് പറയാൻ അതല്ല ഇവർ വന്ന് ബ്ലഡൊക്കെ എടുക്കും, ഷുഗറും ബി പി എല്ലാം നമ്മൾ നോക്കും. സാരമില്ല, പപ്പ കേട്ടാലും എന്ത്, പപ്പ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരുടെ പേര് പറയാനിരുന്നാൽ പോലെ. പാവം നമ്മുടെ സരസുവിൻ്റെയും എൻ്റെയൊക്കെ ബ്ലഡ് കൊടുത്തു. നമ്മുടെ അണ്ണൻ രാവിലെ അങ്ങനെ ചായ കുടിച്ചിട്ട് നിന്നേണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാം ഇത് കുടിക്കുന്നതിന് മുമ്പേ അല്ലേ നമ്മുടെ ഷുഗറിൻ്റെയൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സരസുവിൻ്റെ ചോരയെല്ലാം ഊറ്റിക്കൊണ്ട് പോയി സിസ്റ്റർമാർ. സരസു അന്നേരം അതിൽ സരസുവിൻ്റെ മക്കളെ ഗേറ്റടയ്ക്കും. സരസു അന്നേരം പറഞ്ഞ് ഷുഗർ നോക്കണം, കൊളസ്ട്രോളൊക്കെ നോക്കണമെന്ന്. അപ്പോഴും നമ്മുടെ സരസുവിൻ്റെ ചോര മൊത്തം പെണ്ണുങ്ങൾ ഊറ്റിക്കൊണ്ട് പോയി. സരസു അതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ എന്നോട് ചില പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ചു റിസൾട്ട് അറിഞ്ഞു. എന്തായാലും ഈ സരസ് ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ആകെ ബഹളമായിരുന്നു കേട്ടോ. ബഹളം വെച്ച് ഇന്നിപ്പോൾ ഈ വൈകിട്ട് ഇതുവരെ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ നമ്പർ വാങ്ങിച്ചുകൊണ്ടാണല്ലോ ഇവർ പോകുന്നത്. വാട്സപ്പ് നമ്പർ അയച്ചു തരാം, റിസൾട്ട് നമുക്ക് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ള ഞാനും എൻ്റെ ചോരയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇവിടെ സ്വരൂപിച്ച് കൂട്ടി വെച്ചിരുന്ന ബ്ലഡ് പെണ്ണുങ്ങളെടുത്തോണ്ട് പോയി. അപ്പോൾ എനിക്ക് ഇപ്പോൾ 2ാമത്തെ ദിവസമായിരുന്നു, നമുക്ക് ഇതുവരെ റിസൾട്ട് വന്നില്ല. ഞാൻ എന്തോ ചെയ്തു, കാർഡ് വന്നിട്ടാണല്ലോ പോയി. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവരുടെ ഹെഡ് ഓഫീസിലാണ് ചെന്ന്, ലാബിൻ്റെ ഹെഡുണ്ട്. ആ ഓഫീസിലാണ് ചെന്ന് ഞാൻ അന്നേരം ചോദിച്ചു, ഇത് നമ്മുടെ ഇവിടുത്തെ ലാബാണോ? അല്ല, ഇത് അതിൻ്റെ ഹെഡാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് ഹെഡായാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോരയെ ഊറ്റി എടുത്തുകൊണ്ട് പോയിട്ട് 2 ദിവസമായി, ഞങ്ങൾക്ക് റിസൾട്ട് അറിയണ്ടേ? അത് ശരിയോ തെറ്റോ നിങ്ങൾ പറ, നമുക്ക് 2 ദിവസമായ നമ്മുടെ റിസൾട്ട് അറിയണ്ടേ? ഇവിടെ ഒരു സരസ് വന്നെങ്കിൽ എനിക്ക് ഒരു സ്വൈര്യം തരുന്നില്ല. എൻ്റെ റിസൾട്ട് എന്തായി? ഞാൻ പറഞ്ഞു അമ്മേ ഇതുവരെ റിസൾട്ട് എന്തായി? അതെന്തൊരു ലാബ്, അതെന്തൊരു റിസൾട്ട്? അയ്യോ ഞാൻ മറുപടി പറഞ്ഞ് എൻ്റെ കൂപ്പാട് വന്നിട്ടോ. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു. അവിടെ ഒരു പയ്യനായിരിക്കും വിളിച്ചത്. ഞാൻ ചോദിച്ചു 2ാമത്തെ ദിവസമായാലും ഞങ്ങൾക്ക് റിസൾട്ട് അറിയണ്ടേ? ഞങ്ങളിങ്ങനെ കാത്തിരിക്കില്ലേ? ഞങ്ങളുടെ ചോരയെല്ലാം ഊറ്റിയെടുത്തോണ്ട് പോയതേ മിച്ചം, ഞങ്ങൾക്ക് റിസൾട്ട് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ പേരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയണ്ട, റിസൾട്ട് അറിയണ്ട, ഞങ്ങളുടെ പൈസ പോയി കേട്ടോ, ഞങ്ങൾക്ക് ഇനി റിസൾട്ട് അറിയണ്ട. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ലാബ് ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ ലാബുകാർക്കും എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിക്കോട്ടെ, ഈ കൊച്ചു പെമ്പിള്ളാർക്കും എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മൾ കഷ്ടം പാവത്തിങ്ങളെ വിളിച്ച് എടുക്കുന്നത്. അപ്പോഴും നമുക്ക് അറിയാമല്ലോ, നമുക്ക് അങ്ങോട്ട് പുറത്ത് പോയി നമുക്ക് നോക്കണ്ടെന്നൊക്കെ വിചാരിച്ചാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഉള്ള ചോരയെല്ലാം ഊറ്റി കൊടുത്തത്. എന്തായാലും 2 ദിവസം കൊണ്ട് എൻ്റെ സരസു ആകെ വയലൻ്റായി. ഇവിടെ എൻ്റെ റിസൾട്ട് അറിഞ്ഞില്ല. ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് റിസൾട്ട് അറിയണ്ട, പൈസ പോയത് പോട്ടെ. പൈസ 1, 2 ഒന്നും അല്ല കേട്ടോ. കൊളസ്ട്രോൾ ഇതെല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ അമ്മയുടെയും എല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു തുക ഞങ്ങൾ കൊടുത്തു. നല്ല കുഞ്ഞൊരു തുക ഞങ്ങൾ കൊടുത്തു. അതുകൊണ്ടാണ് ഇത്രയും പൈസ. പിന്നെ ഞാൻ വിചാരിച്ചു പോകട്ടെ, എന്നാലും നമുക്ക് ഒരു മര്യാദയില്ലേ, നമുക്ക് റിസൾട്ട് അറിയണ്ടേ? നമ്മളിങ്ങനെ ഞാൻ എപ്പോഴും വെച്ച് ഒരു ഐസ്ക്രീം കഴിച്ചടിച്ചു ഷുഗർ കുറഞ്ഞു കാണും ഇങ്ങനെയൊക്കെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ഐസ്ക്രീം ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കൊരു അന്നേരം ഒരു നോക്കണമെന്നൊരു പൂതി വന്നത്. ആ പൂതി ഇങ്ങനായി. എന്തായാലും ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, പാവം പയ്യന് ഒഴിപ്പോയെന്ന് തോന്നി കേട്ടോ. ചേച്ചിയുടെ പേരെന്ന് ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല, എൻ്റെ പേര് ഞാൻ പറയത്തോ ഇല്ല. ട്രൂക്കോളിനകത്ത് ബുദ്ധിമാനാണെങ്കിൽ ട്രൂക്കോളിൽ നിന്നൊക്കെ എടുക്കാം. പക്ഷെ ആ നമ്പരല്ല ഞാൻ കൊടുത്തത്, നമ്മൾ കൊടുത്തത് വേറെ നമ്പരായിട്ടോ. വിളിച്ചാലും ഇനി എടുക്കത്തില്ല. ഇനിയിപ്പോൾ ആ റിസൾട്ട് അറിയണ്ടോ? സരസുവിനെ ഞാൻ സമാധാനിപ്പിക്കും. സരസ് വിഷമിക്കാതെ, നമുക്ക് ലാബ് വേറെ ഉണ്ട്, നമുക്ക് ആ ലാബിൽ പോയാണ് കേട്ടോ. എന്തോ പറയാൻ, അല്ലെങ്കിൽ പിറ്റേന്നെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കേണ്ടേ? ജസ്റ്റ് ഇവിടെ വന്നെങ്കിലും അറിയിക്കേണ്ടേ? ഒരു മര്യാദയല്ലേ ഇവരൊക്കെ കാണിക്കുന്നത്? നിങ്ങൾ പറ, ഞാൻ ചെയ്ത് തെറ്റോ ശരി എന്നിട്ട് ഞാൻ അവസാനം ഞാൻ കേസ് കൊടുക്കില്ല ലാബിൻ്റെ പേരിൽ. പിള്ളേർ പറയാൻ ആ ചേച്ചിമാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറയുക കേസ് കൊടുക്കും. പാവം പിള്ളേർ കേട്ടോ. നമ്മൾ ഒത്തിരിയൊക്കെ ഒരു
കൺട്രോൾ ചെയ്യും. കൺട്രോൾ പോയാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ് കേട്ടോ. എല്ലാവർക്കും അതൊക്കെ തന്നെ. ദേഷ്യം വരുമോ, റിസൾട്ട് അറിയണ്ടേ, അതിൻ്റെ കൂടെ സരസ്വടൊന്ന് ബഹളം വയ്ക്കുമോ, എല്ലാം എനിക്കാണോ ഈ കിട്ടുന്നതല്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ബാ നമുക്ക് നോക്കാമേ ആമേ പാവത്തിനെ കുത്തി ഇരുത്തി ഇതെല്ലാം കൂടെ പിന്നെ പെണ്ണുങ്ങൾ അടിച്ചുകൊണ്ട് പോയി. എന്താ ചെയ്യാൻ, ഇനി വഴിയിലെങ്ങനെ കളഞ്ഞിട്ട് പോയ ഇവർക്ക് ഈ ബ്ലഡിൻ്റെ ഭാരം കൊണ്ട് ഇനി ഇവരെങ്ങാനും എടുത്ത് കളഞ്ഞു എന്നും അറിയത്തില്ല കേട്ടോ. പാവം പിള്ളേർ കഷ്ടമായി. എനിക്ക് ദേഷ്യം വന്നു നേരം. തലയൊന്നും പേനൊന്നും ആയില്ല പിള്ളേരെ. ദേ മുല്ലപ്പൂവൊക്കെ നിശ്ചയത്തിനൊക്കെ പോയിട്ട് വന്ന് ദേ ഇഷ്ടം പോലെ എൻ്റെ മോളെ എനിക്ക് രാവിലെ കെട്ടി തന്നിയാ വാടി കേട്ടോ. അമ്മയമ്മ പാവമാണ് കേട്ടോ. പങ്കിരിയൊന്നുമല്ല നമ്മുടെ സരസ് പാവമാണ്. പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ മുല്ലപ്പൂ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ സരസ് പാവമാന്നേ കേട്ടോ. അപ്പോഴും സാരി ഊരിയിട്ടതേ ഉള്ളൂ, അതൊക്കെ ഉള്ളൂ. പിന്നെ രാവിലെ എല്ലാം വെച്ചിട്ടാണ് പോയത്. മക്കളും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം അടുക്കളയിലെല്ലാം ആക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ എനിക്ക് പോയ വഴിക്ക് 2-3 കൂട്ടം സാധനങ്ങൾ കിട്ടി, അത് കാണിക്കാം കേട്ടോ. അതെടുത്തോണ്ട് വരട്ടെ. അപ്പോഴേ എവിടെ പോയാലും എനിക്ക് ഇച്ചിരി വാലും തുമ്പും ഒന്നും ഇല്ലാതെ ഞാൻ വരത്തില്ല. ഇന്ന് കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ സംഭവം ഇല്ല മോളെ. ഇവിടെ കിടന്ന് തപ്പിട്ടുണ്ട്. ഇതെന്തുവാണെന്നറിയാമോ? ഇത് ഓതാൻ, കണ്ണ് കിട്ടാതെ ഓതാൻ. എന്തുവാണെന്നറിയാമോ? ഈ ഒരു ചെടി നമ്മൾ ഈ ഒരു ചെടി നമ്മൾ പിടിച്ചുകൊണ്ട് സംസാരിക്കുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. പാഞ്ചിയല്ല, പാഞ്ചിത്തൂപ്പെന്ന് പറയും കേട്ടോ. ഇത് എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇന്ന് അവിടെ പോയിടത്ത് മൊത്തം ഫുള്ള് ഈ ഒരു ചെടിയായിരുന്നു. എല്ലാവർക്കും അറിയാമോ പാഞ്ചിത്തൂപ്പെന്ന് പറയുന്നത്? വയലറ്റ് പൂവാൽ. ഇതിൻ്റെ നമ്മുടെ ചിന്നു വന്നു കേട്ടോ. ഇതിൻ്റെ നല്ല മോളെ തിന്നാനേ നല്ല ഒരു പിന്നെ ഒരു ചെറു മധുരമുണ്ട് ഇത് പഴുക്കുമ്പോൾ കേട്ടോടാ. നല്ല കേട്ടോ. പാഞ്ചിത്തൂപ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞു വാവന്മാരെയൊക്കെ കുഞ്ഞുവാവയായിട്ടൊക്കെ ഈ കുഞ്ഞുവാവയും കുളിക്കും ഇപ്പോഴും കേട്ടോ, കണ്ണ് കിട്ടാതിരിക്കാൻ. അങ്ങോട്ട് വെള്ളത്തിനകത്ത് ഞെരടി ഇട്ടിട്ട് കേട്ടോ, ഞെരടി ഇട്ടിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സൂപ്പർ ഈ വെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. ഇപ്പോൾ ഫുള്ള് കണ്ണ് കിട്ടി പോയി കേട്ടോ. അപ്പോഴും ഇത് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഞെരടിയിട്ട് നമ്മൾ കുളിക്കും. പിന്നെ നമുക്ക് പ്രാക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഇങ്ങനെ പ്രാക്ക് ദോഷത്തിനും ഒക്കെ ഓതാനും നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ നാട്ടിൻപുറത്തുകാരല്ലേ ഇങ്ങനെ ഇത് ഉപയോഗിക്കും ഈ ഇല കേട്ടോ. അതിന് ഞാൻ ആരെനിക്ക് തന്നത് എൻ്റെ ചേച്ചി പറിച്ചു തന്നത്. നീ വേരോടെ കൊണ്ടുപോയി നടന്നും പറഞ്ഞ് വേരോടെ 2 തൈ കിളിപ്പിക്കണേ മക്കളെ, എവിടെയെങ്കിലും വെള്ളം വീഴുന്നിടത്ത് നടണം കേട്ടോ. അപ്പോഴിങ്ങനെ എനിക്ക് കിട്ടി കേട്ടോ. ഒത്തിരി തൈ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേരുണ്ടെങ്കിൽ കിളിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതവിടെ കിടക്കട്ടെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചെടി. ഒരു വയലറ്റ് പൂവാടാ ഇത്, കോളാമ്പി കേട്ടോ. നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഞാൻ ചില കൂട്ടുകാരുടെ വീട്ടിൽ കിടപ്പുണ്ട് വയലറ്റ് പൂവുള്ളത്, കോളാമ്പി പൂവ് കേട്ടോ. നല്ല രസം. ഇതിനകത്ത് എപ്പോഴും പൂവുണ്ട്. ആദ്യം ഇച്ചിരി വലിച്ച് പറിച്ചുകൊണ്ട് വന്നു. നല്ല രസം, അതും കൊണ്ട് നടണം. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമോ, ഇവിടെ നമുക്കൊരു ചെറിയൊരു മീൻ ചട്ടിയല്ലേ മോനെ, അത് കുളമാണോ? അപ്പോഴതേ അതിനകത്ത് ഇടാൻ നമ്മുടെ അമ്മയുടെ മൂത്താങ്ങളയുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ട് കേട്ടോ മീനും. അയ്യോ ആമ്പലുണ്ട് അവിടെ. പക്ഷേ എനിക്ക് ഈ ആമ്പലും താമരയും ഒന്നും നടാൻ അറിയത്തില്ല. നമ്മുടെ അമ്മയുടെ മൂത്താങ്ങളയുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോഴും ഞാൻ മോളോട് പറഞ്ഞ് എനിക്ക് ഈ മുട്ടപ്പായൽ ഇതിനകത്ത് പൂ വരുന്നതാണോ എന്തോ എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊക്കെ പറഞ്ഞു തരണം കേട്ടോ. ഇതിനകത്തൊരു വയലറ്റ് പൂ ഉണ്ടാവുന്നതാണോ എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ആ മീനെ കിടപ്പുണ്ട്. മീൻ ചത്തുവോ എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് കൊണ്ടിട്ടാൽ എന്തായാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴും ഇത് 2-3 കൂട്ടം സംഭവങ്ങൾ ഒക്കെ കൊണ്ടുവന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടി കേട്ടോ. പോകുന്നിടത്തു നിന്നൊക്കെ എന്തെങ്കിലും ഇങ്ങനെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല കേട്ടോ, മനസ്സമാധാനവും ഇല്ല. ഇനി ആ ലാബുകാരെ എനിക്കെതിരെ കേസ് കൊടുക്കുക പിള്ളേരെ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനകത്ത് ഇനി തിരിച്ച് എനിക്കിട്ട് വരുമോ കേസ് വല്ലതും ഇങ്ങോട്ട് തിരിച്ച് വരുമോ? എൻ്റെ പൊന്നേ, നിങ്ങളൊന്ന് എനിക്ക് വക്കാലത്ത് പിടിക്കാൻ ആരെങ്കിലുമൊക്കെ വരണേ പിള്ളേരെ. പാവം ആ കൊച്ചെന്ന് പറയണം കേട്ടോ. ചുമ്മാ ഇങ്ങനെ ചളവളാന്ന് പറയുന്നേ ഉള്ളൂ, ഒന്നുമില്ല മനസ്സിനകത്തൊന്നും പറയൂ ആരെങ്കിലുമൊക്കെ. എനിക്ക് പേടിയുണ്ട്. പിള്ളേർ കിടന്നെങ്കിൽ ചിരിയോട് ചിരി. എനിക്ക് കലി വന്ന ഭയങ്കര കലിപ്പ്. നമ്മുടെ ചിന്നൂന് കുഞ്ഞുവാവയുണ്ടായോ? അയ്യോ ഇന്ന് മഴ പെയ്തെന്ന് പറഞ്ഞില്ലേ, കിളിക്കുഞ്ഞുങ്ങളുടെ കൂട് നനഞ്ഞു എന്തോന്ന് അറിയത്തില്ല. കുഞ്ഞു കിളികളുടെ കരച്ചിൽ ഞാൻ കാണിക്കാം കേട്ടോ. നനഞ്ഞു കാണുമില്ലയോ? കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നനഞ്ഞു കാണും. വേണ്ട നമ്മുടെ
കിളിക്കുഞ്ഞിൻ്റെ കൂടെ എന്നെ പിള്ളേർ കളിയാക്കുക, എൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി വീഡിയോ എടുക്കുക. അമ്മ അവരെങ്ങനെ കാണുമേന്ന് ഇതാണ്ട് ഇങ്ങനെ കേട്ടോ. ഇതേ നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ കൂട് കണ്ടോ, ഇതിനകത്താട്ടോ ഇന്ന് നനഞ്ഞു കാണും കേട്ടോ. ഇഷ്ടം പോലെ എനിക്ക് ശംഖുപുഷ്പം ആയി തുടങ്ങി. നമ്മുടെ പനയുടെ ഓലയൊക്കെ കിടക്കുന്നു കേട്ടോ. പനയുടെ ഓല കിടക്കുന്നു. എൻ്റെ സ്റ്റാൻഡിൻ്റെ കാലൊന്നും എടാ നീ ഒന്ന് നേരെ നിൽക്കടാ ചെക്ക. അവനൊന്ന് നേരെ നിർത്തിയിട്ട് വേണമല്ലോ എനിക്ക് പനയോല എടുക്കാൻ പറഞ്ഞു. മക്കളെ മാറേ മോനെ, അവളവിടെ ഇരിക്കട്ടെ, അവളവിടെ ദേണ്ട കണ്ടോ പനയോല. എനിക്ക് ഈ പനയോല എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല രസം ഇതിൻ്റെ ഈ ഇല. പനയോല നല്ല ഇല, നല്ല പനയോല. ഇത് ഒരു പിരിഞ്ഞിരിക്കുന്ന പനയോല. എല്ലാം സുന്ദര കുട്ടപ്പന്മാരായി. മഴ പെയ്തപ്പോഴത്തേന് നമുക്ക് നല്ല ഇതായി കേട്ടോ. എൻ്റെ ചെടിയെല്ലാം ഉണങ്ങിയിരുന്നു കേട്ടോ. എല്ലാം ഇച്ചിരി ഇതായി. അങ്ങനെ മഴയൊക്കെ പെയ്തത് കൊണ്ട് ചെറിയൊരു തണുപ്പും അതൊക്കെയുണ്ട് കേട്ടോ. ഒരാശ്വാസമുണ്ട്, കുഞ്ഞൊരു ആശ്വാസമുണ്ട് കേട്ടോ. മഴ പെയ്തത് കൊണ്ട് നമ്മുടെ ക്യാമറ ഓണായി കിടക്കുന്നല്ലോ. അപ്പോഴേ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ, നമ്മുടെ കുഞ്ഞൊരു നിശ്ചയമായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ അങ്ങ് ആഡംബരമായിട്ടൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ എല്ലാവരും കൂടെ കൂടിയ ഒരു കുഞ്ഞു നിശ്ചയമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടം കിട്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്കപ്പം തോന്നി ഈ ലൈറ്റ് കുറവാണെന്ന്, പക്ഷെ കുഴപ്പമില്ലായിരുന്നെന്ന് തോന്നി. ഇന്നലത്തെ നമ്മുടെ വീഡിയോയ്ക്ക് അത് സത്യം പറഞ്ഞൊരു രാത്രിയാകുമ്പോൾ വെപ്രാളോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആ സമയമാകുമ്പോൾ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വോയിസ് കുറവാണെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അറിയത്തില്ല കേട്ടോ. ഞാൻ നോക്കിയതില്ല, ഇന്നിപ്പം നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്ത് നോക്കിയതുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.